വീട്ടിലേക്ക് ബെഡ് മേടിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാൻറ്റീനിലാണ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. കിങ് സൈസ് ബെഡ് ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അങ്ങനെ എല്ലാ പ്രൈസും നോക്കി വെച്ചു. അതിനുശേഷം പിന്നെ ഒരു സ്പോഞ്ചിൻ്റെ ഒരു കടയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയി നോക്കിയതിന് ശേഷം എവിടെയാണോ കുറവ് അതിനനുസരിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. സ്പോഞ്ചിൻ്റെ കടയിലെന്ന് പറയുന്നത് അവിടെ സെറ്റി ഉണ്ടാക്കി കൊടുക്കും. സെറ്റി ഉണ്ടാക്കാനുള്ള സ്പോഞ്ചുകൾ, അതുപോലെ ബെഡിൻ്റെ സെറ്റി ഉണ്ടാക്കാനുള്ള തുണി, അങ്ങനെയുള്ള കുറേ അവിടെ ഉണ്ട്. അപ്പോൾ അതിലത്തെ പോയി നോക്കിയപ്പോൾ അവിടെയുണ്ട് ബെഡുകളെല്ലാം. ബെഡുകൾക്ക് അവിടെ നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ട, നമുക്ക് എന്തായാലും സ്പോഞ്ച് തന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കിങ് സൈസിൻ്റെ ബെഡിന് ആവശ്യമായിട്ടുള്ള സ്പോഞ്ച് അവിടെ 5 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത്, അതേപോലെ 10 വർഷത്തെ ഗ്യാരണ്ടി ഉള്ള സ്പോഞ്ചുകളുണ്ട്. പിന്നെ എ ഗ്രേഡ്, ബി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പലതരം സ്പോഞ്ചുകളുണ്ട്. പലതരം കളറിലുള്ള സ്പോഞ്ചുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സെറ്റി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സെറ്റിൻ്റെ കാലുകൾ, അങ്ങനെയുള്ള കൈ വയ്ക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറേ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ മഞ്ഞ കളർ സ്പോഞ്ചാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ കവറും കിട്ടുമായിരുന്നു. അങ്ങനെ സ്പോഞ്ചും മേടിച്ചു. പിന്നെ അവിടെ നിന്ന് ആ കവറും മേടിച്ചു. അവർ തന്നെ കവറെല്ലാം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കവറിടാൻ കുറച്ച് കഷ്ടമുണ്ടായിരുന്നു. പിന്നെ എന്നാലും എല്ലാവരും കൂടി ചേർന്നിട്ട് കവറെല്ലാം ഇട്ടു. പിന്നെ ഓട്ടോയിലാണ് കയറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓട്ടോയിൽ കയറി വരുന്ന സമയത്ത് എങ്ങനെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കവറും അതിൻ്റെ മേലെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഇട്ടിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും മേടിച്ചിട്ട് വീട്ടിലേക്ക്